ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ നോക്കുന്നത് ഇന്നത്തെ എൻ്റെ വ്യക്തികളുടെ റീഡേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, നിങ്ങൾക്ക് ഇന്നുള്ള ഔട്ട്കം എന്താണ്, നിങ്ങളുടെ ലൈഫിലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്, നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെ മുന്നിലാണോ ഈ റീഡിങ് എത്തുന്നത്, ഈ വീഡിയോ എത്തുന്നത്, നിങ്ങൾക്കത് റെസിനേറ്റ് ആകുന്നതാണ്. അതിൽ പോസിറ്റീവ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളുടെ ചിന്താഗതികളാണ് നമ്മളിലേക്ക് എല്ലാം കൊണ്ടുത്തരുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരുന്നാൽ നമുക്ക് പോസിറ്റീവ് സംഭവിക്കുകയുള്ളൂ. എപ്പോഴും നല്ല ഹൈ ലെവൽ എനർജിയിലിരിക്കണം. ഇതിനകത്ത് ഞാൻ നല്ലൊരു പ്രെയർ പറഞ്ഞുതരാം, നിങ്ങൾക്കത് ചെയ്യാമെങ്കിൽ ചെയ്യാം. അത് ഞാൻ ഔട്ട് ബോക്സിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചെയ്താൽ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അത് 11 പ്രാവശ്യം വടക്കോട്ട് നോക്കിക്കൊണ്ടിരുന്ന് തൊഴുതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ 21 ഡേയ്സ് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു മന്ത്രമാണ് ഞാനത് ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം നോക്കാം. ഇന്ന് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കുന്നു. ഇന്ന് നിങ്ങളുടെ എനർജി, നിങ്ങൾ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ വൈകാരികമായിട്ട് വളരെ ശാന്തതയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷമായിട്ട്, എന്നാൽ വളരെ ശാന്തതയോടെ മനസ്സമാധാനത്തോടെ നിങ്ങൾ വളരെ ചിന്താഗതിയോടെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. ഔട്ട്കം ചോദിച്ചപ്പോഴത്തേക്ക് 7 ഓഫ് വാൻഡ്സ് ആണ്. ഇന്ന് നിങ്ങൾക്ക് ശകലം പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ് ലൈഫിൽ. അത് നിങ്ങൾ എന്തായാലും എന്തൊക്കെ വന്നാലും നിങ്ങൾ തടുത്തുകൊണ്ട് നിങ്ങൾ വിജയിക്കുന്നതാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന എന്താണ് ചോദിച്ചു. യൂണിവേഴ്സ് തരുന്ന ഔട്ട്കം എന്താണ്? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു നല്ല ലൈഫ് പാർട്ട്ണർ വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ലൈഫായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുന്നുണ്ട്. പരസ്പരം കപ്പുമാറുന്ന, നല്ല തുല്യത പങ്കിടുന്ന, നല്ലൊരു സിൻസിയറായ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താണെന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്. ഫോക്കസ് 4 ഓഫ് കപ്സ് ആണ്. നിങ്ങളിലേക്ക് നോക്കി നിങ്ങൾ നിരാശയായിട്ടിരിക്കുന്നതെങ്കിൽ, അത് നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്ക് ആരുമില്ല, തനിച്ചാണ് എന്നൊക്കെ കരുതി നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങൾ ഫോക്കസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്. നിങ്ങൾ തിരിഞ്ഞ് നോക്കിയാലുമ്പോൾ നിങ്ങളുടെ പുറകിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങളത് കണ്ടെത്തുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷമാണ്. നിങ്ങൾ വളരെ ഹൈ എനർജി ആയിട്ടിരിക്കുക. വളരെ സന്തോഷത്തോടെ ഇപ്പോഴത്തെ നിരാശയൊക്കെ മാറ്റി വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഹൈ എനർജി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ടതൊക്കെ വരും. നമ്മൾ നെഗറ്റീവായിട്ടോ സങ്കടത്തോടെ ഇരുന്നാൽ നമ്മളിലേക്ക് നല്ലതൊന്നും കടന്നു വരില്ല. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, ഹൈ എനർജിയിലിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കൊണ്ട് ഞാൻ പറഞ്ഞൊരു മന്ത്രം, അത് നിങ്ങൾ കിടക്കാൻ നേരത്ത് രാത്രി വടക്കോട്ട് നോക്കിക്കൊണ്ടിരുന്ന് തൊഴുകൈയോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ മന്ത്രം ഒരിക്കലും നമ്മൾ മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുക. നേരായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുക. എങ്കിൽ മാത്രം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. മന്ത്രം ഇതാണ്. ഇത് വെച്ചേക്കാം. ഓം